സ്കിൽ പോയിന്റിന്റെ മാസ്റ്റർ ഇൻ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്ന് പറയുന്ന ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്കിൽ പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ സ്കിൽ പ്രൊവൈഡേഴ്സ് ആണ്. എസ്പെഷ്യലി കഴിഞ്ഞ വർഷമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ആ വർഷം മുതൽ ഇതുവരെ നമ്മൾ ഏകദേശം 200 പേർക്ക് മുകളിൽ എക്സലിൽ ട്രെയിനിങ് നൽകിയിട്ടുണ്ട്. 10 ദിവസത്തെ പ്രോഗ്രാമാണ് എക്സലിലെ ലൈവ് ട്രെയിനിങ് കണ്ടക്ട് ചെയ്ത് എല്ലാവർക്കും വളരെ നല്ല ഫീഡ്ബാക്കാണുള്ളത്. അതുകൊണ്ട് തന്നെ പവർ പോയിന്റ് എന്ന് പറയുന്ന ടോപ്പിക്, പവർ പോയിന്റ് പ്രധാനമായിട്ടും ജോലി സംബന്ധമായിട്ടും എല്ലാ കാര്യങ്ങളിലും വളരെ ആവശ്യമുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. ആ സോഫ്റ്റ്വെയറിലെ ഒരു ട്യൂട്ടോറിയൽ പല എപ്പിസോഡുകളിലായിട്ട് സൗജന്യമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുകയാണ് സ്കിൽ പോയിന്റ്. ഈ കോഴ്സിൻ്റെ പ്രത്യേകതകൾ ഞാനൊന്ന് പറയാം. ഈ കോഴ്സിനകത്ത് ഡിസൈൻ പെർസ്പെക്റ്റീവിലായിരിക്കും ഈ കോഴ്സ് നീങ്ങുന്നത്. ആദ്യത്തെ 2-3 എപ്പിസോഡുകളിൽ പവർ പോയിന്റിനകത്തുള്ള ബേസിക് ടൂൾസിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം ഒരു ഡിസൈൻ പെർസ്പെക്റ്റീവിലായിരിക്കും ഈ കോഴ്സ് നീങ്ങുന്നത്. ഡിസൈൻ പെർസ്പെക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ പ്രസൻറ്റേഷൻ ഒരു വൈഡ് അല്ലെങ്കിൽ ഒരു ഓഡിയൻസിൻ്റെ മുന്നിലോട്ടാണ് അത് പോകുന്നത്. അത് ചെറിയ ഓഡിയൻസ് ആയിരുന്നാലും വലിയ ഓഡിയൻസ് ആയിരുന്നാലും മറ്റുള്ളവർ കണ്ടാണ് അതിനെ വിലയിരുത്തുന്നത്, അല്ലേ? അപ്പോൾ അത് ആ സബ്ജക്റ്റ് അല്ലെങ്കിൽ അതിനകത്ത് നിങ്ങൾ എന്താണോ പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പ്രസൻറ്റേഷൻ വളരെ പ്രൊഫഷണൽ ലെവലിൽ നിങ്ങൾക്ക് എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടെക്സ്റ്റ്, കളേഴ്സ്, ഷേപ്സ്, ഗ്രാഫിക്സ്, അനിമേഷൻസ്, ട്രാൻസിഷൻസ് തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എങ്ങനെ ഒരു നല്ലൊരു പ്രസൻറ്റേഷൻ നൽകാം എന്നുള്ളതാണ് ഈ ഒരു കോഴ്സിൻ്റെ ഒബ്ജക്റ്റീവ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കോഴ്സിനകത്ത് ആദ്യത്തെ ഒരു 2-3 എപ്പിസോഡ്സിൽ മാത്രമേ ടൂൾസിന് പ്രാധാന്യമുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സിന് പ്രാധാന്യം നൽകിയിരിക്കുന്നത് ഡിസൈൻസിനാണ്. എങ്ങനെയാണ് നല്ല ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നല്ലൊരു കളർ കോമ്പിനേഷൻ കൊണ്ടുവരേണ്ടത്, എങ്ങനെയാണ് നല്ലൊരു അനിമേഷൻ അപ്ലൈ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. സോ വീണ്ടും ഒന്നുകൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സ്കിൽ പോയിന്റിൻ്റെ മാസ്റ്റർ ഇൻ മൈക്രോസോഫ്റ്റ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്ന ഫ്രീ ക്ലാസ്സിലേക്ക്. എന്താണ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്? മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതൊരു വലിയൊരു കമ്പനിയാണ്. മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്നത് ഒട്ടനവധി സോഫ്റ്റ്വെയർസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ കമ്പനിയാണ് മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്നത്. സോ മൈക്രോസോഫ്റ്റിൻ്റെ ഒരു ഓഫീസ് സ്യൂട്ട്, എല്ലാവർക്കും പരിചിതമുള്ള ഒരു സോഫ്റ്റ്വെയർ, ബഞ്ച് ഓഫ് സോഫ്റ്റ്വെയർസ് അടങ്ങിയ ഒരു പാക്കറ്റ് എന്ന് പറയാം നമുക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത്. ആ ഓഫീസിനുള്ളിൽ ഒട്ടനവധി സോഫ്റ്റ്വെയർസ് ഉണ്ട്. മൈക്രോസോഫ്റ്റ് വേർഡ്, മൈക്രോസോഫ്റ്റ് എക്സൽ, മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്, മൈക്രോസോഫ്റ്റ് വൺ നോട്ട്, അങ്ങനെ ഒട്ടനവധി സോഫ്റ്റ്വെയർ ഉണ്ട്. അതിൽ ഒരു സോഫ്റ്റ്വെയറാണ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്ന് പറയുന്നത്. പവർ പോയിന്റ് എന്ന് പറയുന്നത് ഒരു പ്രസൻറ്റേഷൻ ഗ്രാഫിക്സ് പ്രോഗ്രാമാണ്. അത് നമ്മളെ നല്ല പ്രൊഫഷണൽ ലുക്കിംഗ് ആയിട്ടുള്ള പ്രസൻറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. പവർ പോയിന്റ് പ്രസൻറ്റേഷനെ തന്നെ മറ്റൊരു പേരിലും വിളിക്കുന്നുണ്ട്, അതാണ് സ്ലൈഡ് ഷോ. വേർഷൻസ് ഓഫ് പവർ പോയിന്റ്. സോ പവർ പോയിന്റ് നമ്മൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ഹിസ്റ്ററി, ഇപ്പോൾ എല്ലാത്തിലും ഉള്ളതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഹിസ്റ്ററി ചെറുതായിട്ടെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുക. സോ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ലോഞ്ച് ചെയ്യുന്നത് 1984-ലാണ്. 84 പ്രസൻറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യുക, ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അന്ന് പവർ പോയിന്റ്, പ്രസൻറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അന്ന് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ സ്റ്റാർട്ടപ്പ് സ്റ്റേജിൽ അത് മാക് വേർഷൻസിന്, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആപ്പിൾ പോലെയുള്ള കമ്പ്യൂട്ടറുകളിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു അത് ലോഞ്ച് ആയത്. പിന്നെ അതിനുശേഷം 1990 വിൻഡോസിനുള്ള വേർഷൻസ് വരികയും തുടർന്നും അപ്ഡേറ്റ്സുകൾ വന്നുകൊണ്ടേയിരുന്നു. അപ്ഡേറ്റ്സുകൾ വളരെ പ്രധാനമാണ്. കാര്യം കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് എടുത്തുകൊണ്ട് ഓരോ മാറ്റങ്ങളും അവരവരുടെ സോഫ്റ്റ്വെയറിൽ വരുത്തിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ കസ്റ്റമേഴ്സ് അവരുടെ പ്രോഡക്റ്റ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ഇഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെ 2003 വരെ അപ്ഡേറ്റ്സും 2003 പല അപ്ഡേറ്റ്സും വന്നിട്ടുണ്ട്. അതിനുശേഷം 2007, 2010, 2013 തുടങ്ങിയ വേർഷൻസിലേക്ക് പുതിയ
ഒട്ടനവധി പുതിയ ഫീച്ചേഴ്സ് അതിനകത്ത് ആഡ് ചെയ്യുകയും ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന് നിൽക്കുന്നത് 2019 വെർഷനാണ്, 2019 വെർഷനിലാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ 2013 ശേഷം അതിനോടൊപ്പം തന്നെ മൈക്രോസോഫ്റ്റ് ലോഞ്ച് ചെയ്തതാണ് മൈക്രോസോഫ്റ്റ് ഓഫീസ് 365 എന്ന് പറയുന്ന ഒരു സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ്. ഈ കാര്യം രണ്ട് രീതിയിൽ മൈക്രോസോഫ്റ്റ് സോഫ്റ്റ്വെയർ കൊടുക്കുന്നുണ്ട്. ഒന്ന്, ആ സോഫ്റ്റ്വെയർ വൺ ടൈം ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. വൺ ടൈം എന്നുള്ള രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ മൈക്രോസോഫ്റ്റ് ഓഫീസ് സ്യൂട്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് 2013 നിങ്ങൾ പർച്ചേസ് ചെയ്തു, അത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം നിങ്ങളുടെ കമ്പ്യൂട്ടർ. മറ്റൊന്നെന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് ഓഫീസ് 365 ആണ്. 365 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സബ്സ്ക്രിപ്ഷൻ മോഡലാണ്. മന്ത്ലിയോ ഇയർലിയോ നിങ്ങൾക്ക് പേയ്മെന്റ് നൽകിക്കൊണ്ട് ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യും. ആ സോഫ്റ്റ്വെയറിനോടൊപ്പം ഒരുപാട് ഫീച്ചേഴ്സ് കൂടുതൽ തരുന്നുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫ്രീ ഇമെയിൽ ഐ ഡി തരുന്നുണ്ട്. കൂടാതെ ഏകദേശം എത്രയോ TV ഡേറ്റ നിങ്ങൾക്ക് ക്ലൗഡിൽ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് മൈക്രോസോഫ്റ്റ് തരുന്നുണ്ട്. ഇങ്ങനെ ഒട്ടനവധി ഓപ്ഷൻസും തരുന്നുണ്ട്. അതിനോടൊപ്പം ഏറ്റവും ഇപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഇപ്പോൾ മൈക്രോസോഫ്റ്റ് 365 ആണ്. കാര്യം ഇനി അങ്ങോട്ട് 2019 കഴിഞ്ഞ് 21 ലോഞ്ച് ചെയ്യും, ഈ വർഷം ലോഞ്ച് ചെയ്യും എന്ന് പറയുന്നുണ്ട്. കൂടാതെ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഇതേപോലെയുള്ള ഇൻഡിവിജ്വൽ വേർഷൻസ് 2022 23 അങ്ങനെയുള്ള അപ്ഡേറ്റ്സ് വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. കാര്യം സബ്സ്ക്രിപ്ഷൻ മോഡൽ എടുത്ത ഒരാൾക്ക് അതിനകത്ത് അപ്ഡേറ്റ് ഓട്ടോമാറ്റിക്കലി നമ്മൾ ആൻഡ്രോയിഡ് ഒക്കെ മൊബൈലിൽ അപ്ഡേറ്റ് ആവുന്നത് പോലെ തന്നെ ആൻഡ്രോയിഡ് വെർഷൻസ് മാറി വരുന്നത് പോലെ തന്നെ ഓട്ടോമാറ്റിക്കലി ആ സബ്സ്ക്രിപ്ഷൻ മോഡൽ ആയതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി അത് അപ്ഡേറ്റ് ആയിട്ട് പുതിയ ഫീച്ചേഴ്സും അയാൾക്ക് ആ സോഫ്റ്റ്വെയറിൽ ലഭിക്കും. അപ്പോൾ അങ്ങനെ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് അവർ ഇപ്പോൾ സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്യുന്നത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് 2019 ആണ്, ഓഫീസ് സ്യൂട്ട് 2019. അതിനകത്ത് PowerPoint 2019 തന്നെയാണ്. മറ്റൊന്നെന്ന് പറയുന്നത് ഓഫീസ് 365 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സബ്സ്ക്രിപ്ഷൻ മോഡലാണ്. മന്ത്ലി അല്ലെങ്കിൽ ഇയർലി നമുക്ക് പേയ്മെന്റ് കൊടുത്തുകൊണ്ട് ഓരോ വർഷവും കൂടുമ്പോൾ നമ്മൾ ഈ പേയ്മെന്റ് കൊടുത്തുകൊണ്ട് നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ അതിനകത്ത് വരുന്ന അപ്ഡേറ്റ്സ് വളരെ നമുക്ക് ഇതിനകത്ത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആയി നിങ്ങൾക്ക് അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് സബ്സ്ക്രിപ്ഷൻ മോഡലിന്റെ യൂസേഴ്സ് എന്ന് പറയുന്നത്. വൺ ടൈം ബൈയും സബ്സ്ക്രിപ്ഷൻ മോഡൽ, ഈ രണ്ട് മെത്തേഡിലും നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റിന്റെ സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് എടുത്തുകൊണ്ടാണ് അവർ ഓരോന്നും അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 2003 ഉപയോഗിക്കുന്ന ഒരു വ്യക്തി, ഞാൻ 2003 കുറേ നാൾ ഉപയോഗിച്ചു, ഞാൻ 2010 ഉപയോഗിക്കില്ല, 2007 ഉപയോഗിക്കില്ല, 2016 ഉപയോഗിക്കില്ല എന്ന് പറയുന്നത് ഒരിക്കലും ചെയ്യരുത്. കാര്യം നിങ്ങൾക്ക് വേണ്ടിയാണ് കൂടുതൽ അപ്ഡേറ്റ്സ് മൈക്രോസോഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ അപ്ഡേറ്റ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഈസി ആയിട്ട് പല ഓപ്ഷൻസും നിങ്ങൾക്ക് ആക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെർഷൻ ഉപയോഗിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന 2019 അല്ല, 2016 ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. സോ 2019 വരുന്ന കുറേയധികം മിസ്സിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാകും. പക്ഷേ നിങ്ങൾക്ക് 2016, 2019 അതുപോലെ തന്നെ 2013, 2010 ഇതിലൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് ആണ് ഈ ഒരു കോഴ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഹൗ ടു ഓപ്പൺ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്. അപ്പോൾ എങ്ങനെയാണ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്യേണ്ടതെന്നുള്ളതാണ് ആദ്യം പറയുന്നത്. ഒരുപാട് പേർക്ക് അറിയാം എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത്, ഇതൊന്നും വലിയ കാര്യമുള്ളതല്ല. പക്ഷേ നമ്മളതൊരു കോഴ്സ് ആയതുകൊണ്ട് തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ ബേസിക് മുതൽ ഏറ്റവും അഡ്വാൻസ്ഡ് ലെവൽ വരെ, ആ ലെവൽ വരെയും നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വളരെ ബേസിക് ആയിട്ടുള്ള എങ്ങനെ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്യാം എന്നുള്ള കാര്യം കൂടെ ഞാൻ പറയും. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുന്നത് ഡിപ്പെൻസ്, അത് ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഡെസ്ക്ടോപ്പിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ പ്രോഗ്രാം ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ എവിടെയാണോ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് നമുക്ക് ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാം. ഞാൻ ഉപയോഗിക്കുന്നത് Windows 8 ആണ്, Windows 10 ആണ്. Windows 10-നകത്ത് സ്റ്റാർട്ട് പ്രോഗ്രാംസിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് മൈക്രോസോഫ്റ്റിൻ്റെ പവർ പോയിന്റ് ഓപ്പൺ ചെയ്യാം. അത് മാക്കിലാണെന്നുണ്ടെങ്കിൽ മാക്കിനകത്തുള്ള ഓപ്ഷൻസിനകത്ത് പോയി നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. അത് ആപ്പിൾ പോലുള്ള കമ്പ്യൂട്ടർ ആണെങ്കിൽ മാക്ക് ആയിരിക്കും. അപ്പോൾ അതിനകത്ത് പ്രോഗ്രാംസിനകത്ത് പോയി നമ്മൾ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഓരോ ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയറിനെ ഡിപ്പെൻഡ് ചെയ്ത് അതിൽ ചെറിയ
ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും, എന്നാലും വലിയ വ്യത്യാസങ്ങൾ വരത്തില്ല. ആൻഡ്രോയിഡിലും ഇപ്പം മൈക്രോസോഫ്റ്റ് ഓഫീസ് അവൈലബിൾ ആണ്. അപ്പോൾ ആൻഡ്രോയിഡിലും നമുക്ക് യൂസ് ചെയ്യാം, iOS യൂസ് ചെയ്യാം, ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ ആപ്പിളിൻ്റെ ടാബ്ലറ്റ്സോ അതല്ലെന്നുണ്ടെങ്കിൽ ഫോണിലോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതിനകത്തുള്ള ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് iOS ആണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ മൈക്രോസോഫ്റ്റിൻ്റെ ഓഫീസ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുക. അതിനകത്ത് ഒരു ആപ്ലിക്കേഷനായിട്ടുള്ള മൈക്രോസോഫ്റ്റ് പവർ പോയിൻ്റ് വിൻഡോസ് 10 ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് വിൻഡോസ് 10 ആണ്. ആ 10 എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് കാണുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പവർ പോയിന്റ് എന്ന് ടൈപ്പ് ചെയ്താൽ മാത്രം മതി. PO എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് പവർ പോയിന്റ് 2016 ആ സോഫ്റ്റ്വെയർ ഇവിടെ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ എനിക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് മൗസിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് എനിക്ക് ഓപ്പൺ ചെയ്യാം. സോ അതുപോലെ തന്നെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഏറ്റവും താഴെ എൻ്റെ ഡെസ്ക്ടോപ്പിൽ ഈ കാണുന്ന ഏറ്റവും താഴെ കാണുന്നതിനെയാണ് ടാസ്ക് ബാർ എന്ന് പറയുന്നത്. ടാസ്ക് ബാറിലോട്ട് നിങ്ങൾക്ക് കൊണ്ടിടാം ഈ സോഫ്റ്റ്വെയറിനെ. എപ്പോഴും നമ്മൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാസ്ക് ബാറിൽ ഇട്ടേക്കാം. അപ്പോൾ എളുപ്പമാണ്, നമുക്ക് സ്റ്റാർട്ടിലോ ഒന്നിലും പോകേണ്ട, അവിടെ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അതല്ല നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പിലോട്ട് വേണമെങ്കിൽ ഡെസ്ക്ടോപ്പ് ഈ കാണുന്ന ഐക്കൺസിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സോഫ്റ്റ്വെയറിനെ ആഡ് ചെയ്യുക. അതെങ്ങനെ ആഡ് ചെയ്യുന്നത്? നമ്മൾ ആ സോഫ്റ്റ്വെയർ എടുക്കുക. സോഫ്റ്റ്വെയർ എടുത്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ നമുക്ക് അതിനകത്ത് കാണാം എന്തൊക്കെയാണ്. പിൻ ടു ടാസ്ക് ബാർ, റൺ ആസ് അഡ്മിൻ, ഓപ്പൺ ഫയൽ ലൊക്കേഷൻ. സോ പിൻ ടു ടാസ്ക് ബാർ എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാസ്ക് ബാറിലോട്ട് ഈ സോഫ്റ്റ്വെയറിനെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ഞാനിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, പിൻ ടു ടാസ്ക് ബാർ കൊടുക്കുന്നു. കണ്ടോ, അപ്പോൾ പിൻ ടു ടാസ്ക് ബാർ കൊടുക്കുന്ന സമയത്ത് കണ്ടോ എനിക്കിവിടെ പവർ പോയിന്റും എൻ്റെ ടാസ്ക് ബാറിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്ക് പോകുമ്പോൾ ഈ സ്റ്റാർട്ട് പ്രോഗ്രാംസിലൊന്നും പോകേണ്ട ആവശ്യമില്ല. എനിക്ക് എന്ത് ചെയ്താൽ മതി? എനിക്ക് ഈ പറഞ്ഞ ടാസ്ക് ബാറിൽ പോയി ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ. സോ ഇൻ്റർഫേസ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് പവർ പോയിന്റിൻ്റെ ഇൻ്റർഫേസിനെ പറ്റിയാണ്. ഈ പവർ പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓപ്പൺ ചെയ്ത് വന്ന ഈ ഒരു ഇപ്പം നിങ്ങൾ കാണുന്ന കാര്യമാണ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റർഫേസിനകത്ത് ഇപ്പോൾ ചില ആൾക്കാർക്ക് നേരെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷനിലോട്ടായിരിക്കും പോയിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. ചില ആൾക്കാർക്ക് ഈ രീതിയിലായിരിക്കും കാണുന്നത്, ചില ആൾക്കാർക്ക് ന്യൂ ഫയൽ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും കാണുന്നത്. അപ്പോൾ ഇപ്പം കാണുന്നതിനകത്ത് പ്രധാനമായിട്ടും എന്താ ഉള്ളത് നമുക്ക് നോക്കാം. ഇതിനകത്ത് വരുന്നതെന്ന് പറയുന്നത് മെയിനായിട്ട് റൈറ്റ് സൈഡിൽ ഒരു ബ്ലാങ്ക് പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുതുതായി ഒരു സ്ക്രാച്ചിൽ നിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലാത്തതിൽ നിന്നും ഒരു പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് ബ്ലാങ്ക് പ്രസൻറ്റേഷൻ. ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള പ്രസൻറ്റേഷൻ എടുത്ത് അതിനകത്തോട്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യും. കൂടാതെ അതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന ഇതെല്ലാം എന്ന് പറയുന്നത് ടെംപ്ലേറ്റ്സ് ആണ്. ടെംപ്ലേറ്റ്സ്, തീംസ് ഒക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രസൻറ്റേഷനാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി ഒരു ടെംപ്ലേറ്റ് അത് ആ എഡ്യൂക്കേഷന് ചേരുന്ന കളർ തീമും കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് എക്സൽ തന്നെ അല്ലെങ്കിൽ ഔട്ട്സോഴ്സ് ചെയ്തുകൊണ്ട് പല ആൾക്കാരായിട്ട് ഒരുപാട് ടെംപ്ലേറ്റുകൾ എക്സലിന് പവർ പോയിന്റിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ടെംപ്ലേറ്റ്സുകളാണ് ഈ കാണുന്നത്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ എഡ്യൂക്കേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സോ ഒരുപാട് ഓൺലൈൻ ടെംപ്ലേറ്റ്സ് കണ്ടോ, എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ടെംപ്ലേറ്റ്സ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ടെംപ്ലേറ്റ് എടുത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രസൻറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യും. പക്ഷേ ഇപ്പം നമ്മൾ എങ്ങനെയാണ് നമ്മളൊരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യേണ്ടത്, ടെംപ്ലേറ്റിനകത്ത് ഒരു ടെംപ്ലേറ്റിനെ എങ്ങനെ എഡിറ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇനി മുന്നിലോട്ട് പോകുന്ന എപ്പിസോഡുകളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻ്റർഫേസിനെ പറ്റിയാണ്. അപ്പോൾ ഈ ഇൻ്റർഫേസിൽ നമ്മൾ ആദ്യം കാണുന്നതാണ് ഈ കാണുന്ന ബ്ലാങ്ക് പ്രസൻറ്റേഷനും അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ കുറേയധികം ടെംപ്ലേറ്റ്സ്. കൂടാതെ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ പവർ പോയിന്റിൻ്റെ വേറെ ഏതെങ്കിലും പ്രസൻറ്റേഷൻസിൻ്റെ ഓപ്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഈ ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഓപ്പൺ ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്നത് ഈ ഒരു പേജ് ആയിരിക്കും. സോ ഈ ഒരു പേജിലാണെങ്കിലും നമുക്കിതാ ന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കണ്ട അതേ പ്രസൻറ്റേഷൻ കണ്ടോ, ബ്ലാങ്ക് പ്രസൻറ്റേഷനും കുറേയധികം ടെംപ്ലേറ്റ്സ് കാണാനായിട്ട് സാധിക്കും. ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ, ഓപ്പൺ എന്തിനാണ്? നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രസൻറ്റേഷനെ, നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞ പ്രസൻറ്റേഷനെ വീണ്ടും ഓപ്പൺ ചെയ്യാൻ വേണ്ടിയാണ് ഓപ്പൺ എന്ന് പറയുന്ന ഓപ്ഷൻസ്. കൂടാതെ ഏറ്റവും താഴെ വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ആ ഓപ്ഷൻസിലോട്ട് അടുത്ത് വരുന്ന എപ്പിസോഡുകളിൽ പോകും. ഏറ്റവും താഴെ നമുക്ക് ആക്റ്റീവായിട്ട് രണ്ട് ഓപ്ഷനും കൂടെ ഉണ്ട്. ഒന്ന് അക്കൗണ്ടും ഓപ്ഷൻസും. അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഞാൻ പറഞ്ഞു മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അത് ഏത് പ്രൊഡക്റ്റാണ്, അതുപോലെ തന്നെ അത് ആ പ്രൊഡക്റ്റ് ഏത് വെർഷൻ ആണെന്നൊക്കെ നിങ്ങളുടെ ഉപയോഗിക്കുന്ന ഏത് വെർഷനൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഏതാണ് വെർഷൻ അത് കണ്ടില്ലേ, മൈക്രോസോഫ്റ്റ് ഓഫീസ് പ്രൊഫഷണൽ പ്ലസ് 2016 ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. കൂടാതെ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ തീം മാറ്റാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന കളർഫുൾ എന്ന് പറയുന്ന തീമാണ്. ഞാനിവിടെ ഡാർക്ക് ഗ്രേ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ആ തീം, എൻ്റെ മൈക്രോസോഫ്റ്റിൻ്റെ തീം ഡാർക്ക് ഗ്രേ തീമിലോട്ട് പോയി. ഞാൻ കളർഫുൾ തീമിലോട്ട് തന്നെ മാറ്റിയിരിക്കുകയാണ്. പിന്നെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഈ നമ്മുടെ ഇൻ്റർഫേസിൽ കാണുന്ന മെനൂസോ ടാബ്സോ അല്ലാതെ തന്നെ ഒട്ടനവധി അഡീഷണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ്, ഓപ്ഷൻസ് നമുക്ക് ഈ പറഞ്ഞ പവർ പോയിന്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനകത്തുണ്ട്. ആ ഓപ്ഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഓപ്ഷൻസ് എന്ന് പറയുന്ന ഈ ഒരു മെനു യൂസ് ചെയ്യുന്നത്. സോ ഞാൻ വീണ്ടും ന്യൂ ഓപ്ഷനിലോട്ട് പോകുന്നു. ഇവിടെ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ബ്ലാങ്ക് പ്രസൻറ്റേഷൻ ആണ്. സോ അതിനുവേണ്ടി ഞാൻ ഈ ബ്ലാങ്ക് പ്രസൻറ്റേഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. സോ ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുന്നു, ഫയലിൽ ന്യൂവിനകത്ത് ബ്ലാങ്ക് പ്രസൻറ്റേഷൻ. സോ ബ്ലാങ്ക് പ്രസൻറ്റേഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു ബ്ലാങ്ക് പ്രസൻറ്റേഷൻ ഓപ്പൺ ആയി. സോ ഇതാണ് ലോഞ്ച് ഇൻ്റർഫേസ് അല്ലേ. ഇത് നമ്മൾ ഒരു ബ്ലാങ്ക് പ്രസൻറ്റേഷൻ സെലക്ട് ചെയ്തപ്പോൾ വന്നിരിക്കുന്ന ഇൻ്റർഫേസ് ആണ്. ഈ ഇൻ്റർഫേസിനകത്താണ് പവർ പോയിന്റിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ ടൂൾസുകളും വന്നിരിക്കുന്നത്. എപ്പോഴും എക്സലും പവർ പോയിന്റുമായിട്ട് മാറിപ്പോവുക. സോ പവർ പോയിന്റ് ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, പവർ പോയിന്റിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എക്സൽ എടുത്തുകൊണ്ടിരുന്നത് കൊണ്ട് എക്സലും കൂടെ വന്നു പോകുന്നതാണ്. ഓക്കെ, സോ ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇതിൻ്റെ ഇൻ്റർഫേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ കാണുന്ന, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ് എങ്കിലും ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഒരു ഏരിയയാണ് നമ്മൾ ടൈറ്റിൽ ബാർ എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും മുകളിൽ ഇതാ ഈ കാണുന്നത് കണ്ടോ, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഈ കാണുന്ന പ്രസൻറ്റേഷൻ 1 പവർ പോയിന്റ്. എന്താണത് പ്രസൻറ്റേഷൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം, നമ്മൾ ഈ ഒരു ബ്ലാങ്ക് പ്രസൻറ്റേഷൻ ഒരു പേര് നൽകിയിട്ടില്ല. ഞാനിതിനൊരു പേര് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആ പേരായിരിക്കും എഴുതി കാണിക്കുന്നത്. ഇവിടെ പേര് കൊടുക്കാത്തത് കൊണ്ട് തന്നെ പ്രസൻറ്റേഷൻ 1 എന്നുള്ള പേരിലാണ് അതിൽ എഴുതിയിരിക്കുന്നത്. രണ്ടാമത് കൊടുത്തിരിക്കുന്നത് ഏത് സോഫ്റ്റ്വെയറാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്, പവർ പോയിന്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അത് എഴുതിയിരിക്കുന്നത് ടൈറ്റിൽ ബാറിലാണ്. കൂടാതെ ഏറ്റവും റൈറ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സോഫ്റ്റ്വെയർ ക്ലോസ് ചെയ്യാൻ, മാക്സിമൈസ് ചെയ്യാൻ, മിനിമൈസ് ചെയ്യാനായിട്ടൊക്കെ ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കൂടാതെ ഒരു ഓപ്ഷനും കൂടെ അവൈലബിൾ ആണ്. ഈ ഓപ്ഷൻ എന്താണെന്നുള്ളത് ഞാൻ പറയാം. പിന്നെ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ, ഇതിനെ പറയുന്ന പേരാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയും. ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. സോ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും മേശപ്പുറത്ത് വെച്ചേക്കും അല്ലേ. ഒരു പേന, ഒരു പെൻസില്, പെട്ടെന്നൊരു റബ്ബർ, ഒരു മാർക്കർ. പക്ഷേ നമുക്ക് അത്യാവശ്യം ഇല്ലാത്തതായിരുന്നാൽ പോലും ചിലപ്പോൾ റൂളറോ അല്ലെന്നുണ്ടെങ്കിൽ വല്ല പ്രൊട്രാക്ടറോ ഈ പറഞ്ഞതുപോലെ കോമ്പസോ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ കയ്യിൽ ഉണ്ടാവും. പക്ഷെ അതെല്ലാം നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഒന്നുകിൽ മേശയ്ക്കകത്തോ അല്ലെങ്കിൽ അൽമാരയ്ക്കകത്തോ ഒക്കെ ആയിരിക്കും. അതുപോലെ തന്നെയാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിനകത്ത് ഒരുപാട് ടൂൾസ് ഉണ്ട്. ആ ടൂൾസിനകത്ത് വളരെ പെട്ടെന്ന് നമ്മൾ ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ടൂളുകളെ കൊണ്ട് നിരത്തി ഇടാനുള്ള ഒരു പ്ലേസാണ്. അവിടെ ഈ കാണുന്ന ഓപ്ഷൻസ് മാത്രമല്ല, നമ്മൾ ഏതാണോ കൂടുതൽ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും പെട്ടെന്ന് എടുക്കേണ്ടത് ഏതാണോ അത് നിങ്ങൾക്ക് കൊണ്ടിടാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഈ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ കാണുന്നത് സേവ്, അതുപോലെ തന്നെ പവർ ടൈപ്പ് പ്ലേ ചെയ്യാനായിട്ട്, പ്രസൻറ്റേഷൻ പ്ലേ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ്. ഇതിനകത്ത് നമുക്ക് കണ്ടില്ലേ, കസ്റ്റമൈസ് ചെയ്യാം. നമുക്ക് ഇതിനകത്ത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഏത് ഓപ്ഷൻ വേണോ കൊണ്ടുവരാം. കൂടുതൽ കമാൻഡ്സ് വേണമെന്നുണ്ടെങ്കിൽ, കൂടുതൽ ഓപ്ഷൻസ്, കൂടുതൽ ടൂൾസ് അതിനകത്തോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇതിനകത്ത് നിന്ന് മോർ കമാൻഡ്സിൽ പോയി കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ മോർ കമാൻഡ്സ് നമുക്ക് അറിയില്ല. നമ്മളിപ്പം ആ ഇൻ്റർഫേസിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിനുശേഷം അതിൻ്റെ തൊട്ട് താഴെ ഉള്ള ഒരു ഓപ്ഷനാണ് ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫയലിലാണ് നമ്മൾ സേവ് ചെയ്യുന്നത്, ഓപ്പൺ ചെയ്യുന്നത്, കൂടുതൽ ഓപ്ഷൻസിലോട്ട് പോകുന്നത്. അതെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഫയൽ എന്ന് പറയുന്ന ഓപ്ഷൻസിലാണ്. ഈ ഫയൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എടുത്തപ്പോൾ കിട്ടിയ അതേ ഓപ്ഷൻസാണ് കിട്ടുന്നത്. കണ്ടോ, ഫയൽ. നേരത്തെ നമുക്ക് ഈ ഓപ്പൺ കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ആക്റ്റീവ് അല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ആക്റ്റീവാണ്. കാര്യം ഒരു ബ്ലാങ്ക് പ്രസൻറ്റേഷനുള്ളിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും ഫയൽ എടുക്കുന്ന സമയത്ത് വീണ്ടും നമുക്കൊരു പുതിയ പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. വേറെ ഏതെങ്കിലും പ്രസൻറ്റേഷൻ സേവ് ചെയ്ത് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യാം.
സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സേവ് ചെയ്യാം, പ്രിന്റ് എടുക്കാം, ഷെയർ ചെയ്യാം, എക്സ്പോർട്ട് ചെയ്യാം, ക്ലോസ് ചെയ്യാം. കൂടാതെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അക്കൗണ്ട് ഓപ്ഷൻസ് ഇതെല്ലാം ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇനി ഈ ഒരു ഫയൽ എന്ന് പറയുന്ന ടാബ് കഴിഞ്ഞ്, ഫയൽ ഒരു സെപ്പറേറ്റ് ടാബായിട്ടാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ ഇത് 2010 അതല്ലെന്നുണ്ടെങ്കിൽ 2007 നോക്കിക്കഴിഞ്ഞാൽ ഈ ഫയൽ എന്ന് പറഞ്ഞായിരിക്കില്ല കാണുന്നത്. അതൊരു ഓഫീസ് ബട്ടനാണ്. റൗണ്ട് കളറിൽ ഓഫീസിന്റെ സിമ്പിൾ ഉള്ള ഒരു ബട്ടനായിട്ടാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സോ 2013 മുതൽ, 2013 2010 മുതലാണോ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, 2013 മുതൽ ഫയൽ എന്നുള്ള പേരിലാണ് ആ ഒരു ഓപ്ഷൻ അറിയപ്പെടുന്നത്. സോ അതിനുശേഷം ഈ കാണുന്നത്, ഇങ്ങോട്ട് കാണുന്നത് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ടാബ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ടാബ്സ്. സോ ടാബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മെനൂസ് ആണ്. നമ്മൾ പണ്ട് മെനു ബാർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഓരോ മെനൂസ് ആണ്. ഹോം, ഇൻസേർട്ട്, ഡിസൈൻ, ട്രാൻസിഷൻ, അനിമേഷൻ, സ്ലൈഡ് ഷോ, റിവ്യൂ, വ്യൂ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ടാബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ടാബ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ടൂളുകളെയും, ഒരുപാട് ടൂളുകളാണ് ഈ പവർ പോയിന്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനകത്തുള്ളത്. അപ്പോൾ എല്ലാ ടൂളുകളെയും നമുക്ക് വലിച്ചു വാരി ഇടാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെ എന്ത് ചെയ്യണം? കാറ്റഗറൈസ് ചെയ്യണം. കാറ്റഗറൈസ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഹോം എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ടൂളുകളെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഹോമിനകത്ത് കൊടുത്തു. അപ്പോൾ ഹോമിനകത്ത് വളരെ ബേസിക് ആയിട്ടുള്ള ടൂൾസ് എല്ലാം ഹോമിനകത്ത് ഉണ്ടാവും. അങ്ങനെ കാറ്റഗറൈസ് ചെയ്യും. ഇൻസേർട്ട് എന്ന് പറയുന്ന രണ്ടാമത്തെ ടൂൾ. ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇൻസേർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻസേർട്ട് ചെയ്യാൻ, നമുക്ക് എന്തെങ്കിലും ഇതിനകത്തോട്ട് കൊണ്ടുവരാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബ് ഉപയോഗിക്കാം. സോ ഇങ്ങനെയാണ് ഒരു ടാബ് അല്ലെങ്കിൽ റിബൺ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇന്റർഫേസ് ആണ് പുതിയ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് 2007 മുതൽ റിബൺ ബേസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇന്റർഫേസ് ഉള്ളത്. കൂടാതെ ഡിസൈൻ, ട്രാൻസിഷൻസ്, അനിമേഷൻ, സ്ലൈഡ് ഷോ, റിവ്യൂ, വ്യൂ, ഇതെല്ലാം പല ടാബ്സ് ആണ്. ഇതിനകത്തെല്ലാം ഓരോ അതിനനുയോജ്യമായിട്ടുള്ള ടൂൾസുകളും അതിനകത്തുണ്ട്. സോ ടൂൾസുകളിനെ ഇതിനകത്തോട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വളരെ രസകരമായിട്ടാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹോം ടാബ് നിങ്ങൾ നോക്കിയേ. ഹോം ടാബ് എന്ന് പറയുന്ന ടാബിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ ഈ വൈറ്റ് കളറിൽ വന്ന് താഴോട്ട് വന്ന് കണ്ടോ, ഈ ഒരു ഏരിയ മൊത്തം പോയി അങ്ങോട്ടും ഉണ്ട്. കണ്ടോ ഇത്രയും ഭാഗം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോം എന്ന് പറയുന്ന ടാബിനുള്ളിൽ വരുന്ന മെനൂസ് ആണ് അല്ലെങ്കിൽ ടൂൾസ് ആണ് ഈ കാണുന്നതെല്ലാം. അല്ലേ? ഈ കാണുന്നതെല്ലാം ഈ ഹോം എന്ന് പറഞ്ഞാൽ ഒരു റിബൺ മോഡലിലാണ്. നമ്മൾ റിബൺ വെച്ചേക്കുന്നതാണ്. ഹോം എന്ന് പറയുന്നത് ഒരു ടാബ് ആണെങ്കിൽ ആ ടാബിന്റെ റിബൺ ആണ് ഈ താഴെ കാണുന്നത്. ഒരു റിബൺ മോഡലിലാണ് ടൂൾസിനെ ഒക്കുപൈ ചെയ്തിരിക്കുന്നത്. ഓരോ ടാബ് ഇപ്പൊ ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബിൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ഇൻസേർട്ടിന്റെ റിബണാണ് വന്നിരിക്കുന്നത്. ഇൻസേർട്ടിനകത്തുള്ള ഓപ്ഷൻസ് ആണ് ഈ കാണുന്നതെല്ലാം. ഇങ്ങോട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഡിസൈൻ, ട്രാൻസിഷൻ, ഇതെല്ലാം റിബൺ മോഡലിലാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് കണ്ടോ. കൂടാതെ നമ്മളിപ്പോൾ ഒരു ടാബ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഹോം എന്ന് പറയുന്ന ടാബ് സെലക്ട് ചെയ്തു. ആ ടാബ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി, ഇതിന് ഒരു പർട്ടിക്കുലർ ടൂൾ കഴിയുമ്പോൾ കണ്ടോ ഒരു ഡിവിഷൻ കണ്ടോ, ഒരു ചെറിയൊരു ഡിവിഷൻ ഇവിടെ കാണും കണ്ടോ. അത് കഴിഞ്ഞ് അടുത്ത് വീണ്ടും ഒരു ഡിവിഷൻ കണ്ടോ. അത് കഴിഞ്ഞ് വീണ്ടും ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിബൺ എന്ന് പറയുന്ന ഒരു കാര്യത്തിനകത്തോട്ട് പോയി കഴിയുമ്പോൾ റിബണിനകത്തും പല ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസറിന് പരമാവധി എളുപ്പമാക്കുക, പെട്ടെന്ന് കണ്ടെത്താനായിട്ടുള്ള ഒരു ഓപ്ഷനിലാണ് അവർ അങ്ങനെ ചെയ്തിരിക്കുന്നത്. കാര്യം ക്ലിപ്പ് ബോർഡ് ഇപ്പൊ ഇതൊരു ഗ്രൂപ്പാണ്. ഓക്കെ, ഇതിനെ നമുക്ക് റിബൺ ഗ്രൂപ്പ് എന്ന് പറയാം. ഈ റിബൺ ഗ്രൂപ്പിന്റെ പേരാണ് ഈ കാണുന്ന താഴത്തെ പേര്. അതിന്റെ പേരാണ് ക്ലിപ്പ് ബോർഡ് കണ്ടോ. സോ അടുത്ത റിബൺ ഗ്രൂപ്പ് കണ്ടോ, അടുത്ത റിബൺ ഗ്രൂപ്പ് നോക്കിയേ, സ്ലൈഡ്സ്. അടുത്ത റിബൺ ഗ്രൂപ്പ് കണ്ടോ, ഫോൺ. അടുത്ത റിബൺ ഗ്രൂപ്പ് പാരഗ്രാഫ് കണ്ടോ. അപ്പൊ അങ്ങനെ ഓരോ റിബൺ ഗ്രൂപ്പ്സിലാണ്. നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ടാബ് എടുത്ത് നോക്കാം, നമുക്ക് അനിമേഷൻസ് എടുത്ത് നോക്കാം. നോക്കിയേ, ഇതൊരു റിബൺ ഗ്രൂപ്പാണ്, പ്രിവ്യൂ. അടുത്തത് നോക്കിയേ, ഇത് തൊട്ട് ഇതുവരെ ഒരു റിബൺ ഗ്രൂപ്പാണ്. എന്താണ്? അനിമേഷൻ. അടുത്ത റിബൺ ഗ്രൂപ്പ് കണ്ടോ, അഡ്വാൻസ്ഡ് അനിമേഷൻ കണ്ടോ, ഇതുവരെ. അടുത്ത റിബൺ ഗ്രൂപ്പ് കണ്ടോ, ടൈമിംഗ്. സോ എവിടെ അതിന്റെ പേര് കിടക്കുന്നത്? ടൈമിംഗ്, അഡ്വാൻസ്ഡ് അനിമേഷൻ, പ്രിവ്യൂ. ഇതെല്ലാം ഓരോ റിബൺ ഗ്രൂപ്പുകളാണ്.
ഇനി റിബൺ ഗ്രൂപ്പിൽ തന്നെ ഓരോ റിബൺ ഗ്രൂപ്പിലും അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് ഉണ്ട്. എല്ലാത്തിനും കാണത്തില്ല. ഫോർ എക്സാമ്പിൾ ഇതാ നോക്കിയ ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്ന റിബൺ ഗ്രൂപ്പ്, ഇതിനകത്ത് പ്രധാനമായിട്ടും ഒക്യുപ്പൈ ചെയ്തിരിക്കുന്ന ടൂൾ എന്ന് പറയുന്നത് പേസ്റ്റ് ടൂളുണ്ട്, കട്ടുണ്ട്, കോപ്പി, ഫോർമാറ്റ് പെയിന്റർ ഉണ്ട്. പക്ഷെ കൂടുതൽ ഓപ്ഷൻസ് ഇതിന് അവൈലബിൾ ആണ് എന്ന് യൂസറിന് മനസ്സിലാക്കി കൊടുക്കാനാണ് ഈ ഒരു ലോഞ്ച് ബട്ടൺ കൊടുത്തിരിക്കുന്നത്. കാര്യം എന്താണ്? അഡീഷണൽ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഓപ്ഷൻസ് കാണാനായിട്ട് കഴിയും. ഇതാണ് ഈ ഒരു ഓപ്ഷൻ. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ കൂടുതൽ ഓപ്ഷൻസ് ഇതാ ഇവിടെ വന്നു കണ്ടോ. കൂടുതൽ ഓപ്ഷൻസ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇതാ നോക്കിയേ ഫോണ്ട്, ഇതാ ഫോണ്ടിൻ്റെ കൂടുതൽ ഓപ്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോണ്ടിൻ്റെ കൂടുതൽ ഓപ്ഷൻസ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കും. സ്ലൈഡ്സിന് അങ്ങനെ ഒരു ലോഞ്ച് ബട്ടൺ ഇല്ല. കാര്യം ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ, കൂടുതൽ ഓപ്ഷൻസ് ഒന്നുമില്ല, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. സോ അങ്ങനെയാണ് ഇതിനകത്ത് ഓരോന്നും കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് എല്ലാം നമുക്ക് ഇതാ കണ്ടോ, ഓരോന്നും എടുക്കുന്ന സമയത്ത് കണ്ടോ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് ആ ലോഞ്ച് ബട്ടൺ കാണിക്കും. ഇതാ അനിമേഷൻസിൽ കണ്ടില്ലേ എഫക്റ്റ് ഓപ്ഷൻ, ഇതാ കണ്ടോ എഫക്റ്റ് ഓപ്ഷൻ്റെ താഴെ കണ്ടോ ഒരു ലോഞ്ച് ബട്ടൺ. സോ ഇത് പലതും ആക്റ്റീവ് അല്ലാത്ത ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഡള്ളായിട്ട് കിടക്കുന്നതിൻ്റെ കാര്യം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ ഫോണ്ടിൻ്റെ ഓപ്ഷനിലോട്ട് വന്നാൽ മാത്രമേ ഇത് ആക്റ്റീവ് ആകത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ സെലക്ട് ചെയ്തു, ഒരു സാധനം സെലക്ട് ചെയ്യുമ്പോഴാണ് നമുക്കതിനെ ഫോണ്ടൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നത് കണ്ടോ. ഇപ്പോൾ അത് ആക്റ്റീവായി. ഇതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ ലോഞ്ച് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അഡ്വാൻസ്ഡ് ഓപ്ഷൻസിലോട്ട് പോകാനായിട്ട് സാധിക്കും. സോ ഇതിനെ നമ്മൾ പറയുന്നത് റിബൺ. ടോട്ടൽ ഇതിനെ റിബൺ എന്ന് പറയും. അതിനകത്തുള്ള ഓരോ ഗ്രൂപ്പുകളെ റിബൺ ഗ്രൂപ്പുകൾ എന്ന് പറയും. അതിനകത്തുള്ള അഡ്വാൻസ്ഡ് ഓപ്ഷൻസിനെ നമ്മൾ ലോഞ്ച് ബട്ടൺ എന്ന് പറയും. ഇനി അതിൻ്റെ തൊട്ട് താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള വർക്ക് ഏരിയ. ഈ കാണും ഞാൻ പറഞ്ഞു പ്രസൻറ്റേഷൻ, പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് സ്ലൈഡുകളുടെ സഹായത്തോടു കൂടിയാണ്. നമ്മൾ വേർഡിൽ മൈക്രോസോഫ്റ്റ് വേർഡിലാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഓരോ പേജസ് ആണ് അല്ലേ, പേജസിനകത്താണ് നമ്മൾ ചെയ്യുന്നത്. എക്സലിനാകുമ്പോഴത്തേക്ക് എങ്ങനെയാണ്, അതിനകത്ത് വരുമ്പോഴത്തേക്ക് സെൽ ബേസ്ഡ് ആയിട്ടുള്ള എൻട്രീസ് ആണ് വരുന്നത്. ഇവിടെ സ്ലൈഡ് ബേസ്ഡ് ആയിട്ടുള്ള എൻട്രീസ് ആണ് വരുന്നത്. അപ്പോൾ എന്താണ് സ്ലൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേജ് തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സൈസിലുള്ള ഒരു പേജ്. എന്താണോ ഏത് രീതിയിലാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ പഴയ പ്രൊജക്ടറിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു സ്ക്വയർ മോഡലിലുള്ള പ്രൊജക്ഷൻ ആയിരിക്കും വരുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ടി വിയിൽ ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈഡ് സ്ക്രീൻ ആയിരിക്കും അല്ലേ. അങ്ങനെ പല ഫോർമാറ്റിലായിരിക്കും നമുക്ക് പ്രസൻറ്റ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ പല സൈസസിൽ നമുക്ക് സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ ബേസിക്കലി നമുക്ക് വരുന്നത് ഈ പറഞ്ഞതുപോലെയുള്ള ഒരു ബേസിക് സ്ലൈഡായിരിക്കും വരുന്നത്. ആ സ്ലൈഡിനകത്ത് ഈ കാണുന്നതാണ് വർക്ക് ഏരിയ എന്ന് പറയുന്നത്. അതായത് ഈ വർക്ക് ഏരിയക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് പല കണ്ടന്റും ആഡ് ചെയ്യാം. ഇതിനകത്ത് ഓൾറെഡി ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ എന്നൊക്കെ പറഞ്ഞ് ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിനകത്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഇമേജസ് കൊണ്ടിടുന്നതായിരുന്നാലും ഷേപ്സ് കൊണ്ടിടുന്നതായിരുന്നാലും അനിമേഷൻസ് അപ്ലൈ ചെയ്യുന്നതായിരുന്നാലും ഒക്കെ നമ്മൾ ഈ സ്ലൈഡിൻ്റെ ഉള്ളിലാണ് ചെയ്യും. ആ സ്ലൈഡിൻ്റെ തംബ്നെയിൽ അല്ലെങ്കിൽ ഒരു സമ്മറി കാണിക്കുന്നതാണ് ഈ ലെഫ്റ്റ് ഏരിയയിൽ എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ ഈ സ്ലൈഡിനെ ഇവിടെ ഒന്ന് കാണിച്ചിരിക്കുകയാണ്. സോ ഇവിടെ ആകപ്പാട് ഒരു സ്ലൈഡേ ഉള്ളൂ. എനിക്കിവിടെ എത്ര വേണോ സ്ലൈഡ് ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ന്യൂ സ്ലൈഡ് കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഞാൻ ന്യൂ സ്ലൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ അടുത്ത സ്ലൈഡായി. റൈറ്റ് ക്ലിക്ക് ന്യൂ സ്ലൈഡ് കേട്ടോ, രണ്ടാമത്തെ സ്ലൈഡ്. സോ ഈ രണ്ടാമത്തെ സ്ലൈഡാണ് ഇവിടെ കാണിക്കുക. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ എനിക്ക് സെലക്ട് ചെയ്യാം. എന്താണ് ഒന്നാമത്തെ സ്ലൈഡ് സെലക്ട് ചെയ്ത ഒന്നാമത്തെ സ്ലൈഡ്, രണ്ടാമത്തെ സ്ലൈഡ്. അപ്പോൾ ഈ ഇപ്പുറത്ത് വർക്ക് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്ലൈഡ് എടുത്ത് വർക്ക് ചെയ്യാനുള്ളതും നമ്മുടെ ടോട്ടൽ സ്ലൈഡിന്റെ ഒരു സമ്മറി കാണിക്കുന്ന അല്ലെങ്കിൽ തംബ്നെയിൽ കാണിക്കുന്ന ഒരു ഏരിയയാണ് ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. ഇനി ഏറ്റവും താഴെ കാണുന്നതാണ് സ്റ്റാറ്റസ് ബാർ എന്ന് പറയുന്നത്. ഏറ്റവും താഴെ എത്രാമത്തെ സ്ലൈഡിലാണ് നമ്മൾ നിൽക്കുന്നത്, അതുപോലെ തന്നെ എന്തെങ്കിലും നോട്ട്സോ കമൻസോ വല്ലതും ആഡ് ചെയ്യാനുണ്ടോ, കൂടാതെ പല ടൈപ്പിലുള്ള വ്യൂ പെയിൻസ്. വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിൽ ഇതിനെ വ്യൂ ചെയ്യാം. പ്രസന്റേഷനായിട്ട് വ്യൂ ചെയ്യാം, ഒരു ഇപ്പം കാണുന്നത് പോലെ വ്യൂ ചെയ്യാം, അങ്ങനെ പല രീതിയിൽ വ്യൂ ചെയ്യാം. ആ ഓപ്ഷൻസ് ഒക്കെ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കൂടാതെ സൂം ഔട്ടും സൂം ഇനും ചെയ്യാം. നമുക്ക് ഈ വർക്ക് ഏരിയയെ തന്നെ നമുക്ക് പ്ലസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും സാധിക്കും. എളുപ്പം എന്ന് പറയുന്നത് നമുക്ക് മൗസിൽ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട്, കീബോർഡിലെ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് മൗസിലെ മിഡിൽ സ്ക്രോൾ ചെയ്യുക കേട്ടോ. സ്ക്രോൾ ചെയ്യുകയും സ്ക്രോൾ ഔട്ട് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂം ഇനും സൂം ഔട്ടും ചെയ്യാനായിട്ട് സാധിക്കും.
സോ പിന്നെ വരുന്ന പറഞ്ഞാൽ നമ്മൾ ഒരുപാട് സൂമൗട്ടും സൂമിനും ഒക്കെ ചെയ്തതിന് ശേഷം നമുക്ക് റീസെറ്റ് ചെയ്യാൻ വേണ്ടി, ഫിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഏറ്റവും ലാസ്റ്റ് കാണുന്ന ഈ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഫിറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കറക്റ്റ് സ്പേസുമായിട്ട് ഫിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫിറ്റായിട്ട് കറക്റ്റായിട്ട് വരും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ജസ്റ്റ് വിട്ടുപോയ ഒരു കാര്യമാണ് ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് റിബൺ എന്താണെന്ന് അറിയാം, റിബൺ ഗ്രൂപ്പ് എന്താണെന്ന് അറിയാം, ടാബ്സ് എന്താണെന്ന് അറിയാം. അപ്പോൾ വലിയ വലിയ പ്രസൻറ്റേഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ വർക്ക് ഏരിയ എത്രത്തോളം വർക്ക് ഏരിയ നമുക്ക് ഇവിടെ നിന്ന് മോഡിഫൈ ചെയ്യാം. എങ്ങനെയാണ്? ഇവിടെ നമ്മൾ ഇവിടെ കണ്ടോ, ഇവിടെ നിന്ന് നമുക്ക് വർക്ക് ഏരിയ കൂടുതൽ നമുക്ക് കൊണ്ടുവരാം. പക്ഷെ വളരെ കൂടുതൽ വർക്ക് ഏരിയ കിട്ടാനായിട്ട്, കൂടുതൽ ഏരിയയിൽ നിന്നുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഓപ്ഷൻ ഉപയോഗിക്കാം. കാര്യം നമുക്ക് ഈ ടാബുകളൊക്കെ കാണാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സ്ഥലം കിട്ടും. അതിന് വേണ്ടിയാണ് ഈ ഓപ്ഷൻ. ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ 3 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഓട്ടോ ഹൈഡ് റിബൺ. എന്തായിരിക്കും ഓട്ടോ ഹൈഡ് റിബൺ? നിങ്ങൾക്ക് അറിയാം റിബൺ എന്താണ്. ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിബൺ, മേളിലുണ്ടായിരുന്ന റിബൺ കംപ്ലീറ്റ്ലി ഹൈഡായി. ഇപ്പോൾ എനിക്ക് വർക്ക് ഏരിയ നല്ല ക്ലിയർ ആയിട്ട് കാണാം. ഇനി എനിക്ക് വർക്ക് ഏരിയ റിബൺ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഞാൻ ജസ്റ്റ് മേളിൽ പോയി ഒരു ക്ലിക്ക് കൊടുത്താൽ മതി. ക്ലിക്ക് കൊടുക്കുമ്പോൾ കണ്ടോ എനിക്ക് എൻ്റെ റിബണും ടാബ്സും എല്ലാം വന്നു. അതാണ് ആദ്യത്തെ ഓപ്ഷൻ. ഇനി ഷോ ടാബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ താഴെയുള്ള റിബൺ മാത്രം പോയി ടാബ് കാണിക്കും. സോ എനിക്ക് എന്തെങ്കിലും ഓപ്ഷൻ വേണമെങ്കിൽ മാത്രം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ റിബൺ കാണിക്കും. സോ അതാണ് അത്. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഷോ ടാബ്സ് ആൻഡ് കമൻസ്. ഇതാണ് സാധാരണ നമ്മുടെ കയ്യിൽ എപ്പോഴും ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത് ഈ ഓപ്ഷൻ ആയിരിക്കും. കൂടാതെ വ്യൂ എന്ന് പറയുന്ന ടാബിൽ പോയി ഇപ്പം ചിലർ നോക്കുന്ന സമയത്ത് ചില ആൾക്കാർക്ക് ഇവിടെ ഒരു സ്കെയിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കാണിക്കുന്ന വ്യൂ എന്ന് പറയുന്ന ഓപ്ഷനിലാണ്. വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ വ്യൂ എന്ന് പറയുന്ന റിബൺ ടാബിൽ ഷോ എന്ന് പറയുന്ന റിബൺ ഗ്രൂപ്പിൽ പോയി കഴിഞ്ഞാൽ അതിനകത്ത് കണ്ടോ നമുക്ക് റൂളർ, ഗ്രിഡ് ലൈൻസ്, ഗേറ്റ്സ്. റൂളർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ എനിക്ക് സ്കെയിൽ കാണാം. അതുപോലെ തന്നെ ഗ്രിഡ് ലൈൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇതിനകത്ത് പല ഗ്രിഡ് ലൈൻസ്, പ്രൊഫഷണലായിട്ടുള്ള നല്ല ഡിസൈൻസ് ഒക്കെ കൃത്യമായിട്ട് അലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രിഡ് ലൈൻസ് വേണം. അതുപോലെ തന്നെ ഗേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ കൃത്യമായിട്ട് അറിയാനായിട്ടുള്ള ഗേറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇത് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻ്റർഫേസിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാനിപ്പോൾ എല്ലാം ഓഫ് ചെയ്യുകയാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ പറയുകയാണ്. ഒന്ന്, എന്താണ് പവർ പോയിന്റ്, അതുപോലെ തന്നെ വേർഷൻസ്, ഇൻ്റർഫേസ്, സ്ലൈഡ്സ്, എങ്ങനെ നമുക്ക് ഒരു സ്ലൈഡ് ആഡ് ചെയ്യാം. അതിൻ്റെ കൂടുതൽ ഇതിലോട്ട് പോയില്ല. ഇൻ്റർഫേസ് നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞു. സോ ഇൻ്റർഫേസ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. നമ്മുടെ അടുത്ത എപ്പിസോഡ് ഉടനെ ഉണ്ടാവും. സോ ആ എപ്പിസോഡിൽ കൂടുതൽ കാര്യങ്ങൾ, എങ്ങനെ ഒരു ഷേപ്പ് ഇൻസേർട്ട് ചെയ്യാം, എങ്ങനെ ടെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യാം, എങ്ങനെയാണ് ഇമേജസിനെയും ഷേപ്സിനെയൊക്കെ ഫോർമാറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസ് നിങ്ങൾ കൃത്യമായിട്ടും താഴെ കൊടുക്കുക. കാര്യം നിങ്ങളുടെ കമൻസിനനുസരിച്ച് കൂടുതൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഒരു റിക്വയർമെൻറ്റ്, ആ രീതിയിലോട്ട് ഈ ക്ലാസ്സിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. സോ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച്.